എന്റെ ഭഗവാനെ കൃഷ്ണ, നീ എന്നെ കാത്തു രക്ഷിച്ചു. എന്റെ അഖിൽ സാറിന് ഇപ്പൊ ഒരു കുഴപ്പമില്ല. ഇന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവും. നിനക്ക് നന്ദി. ശ്യാമേ, നീ എന്തിനാ ഈ ഭഗവാൻ കൃഷ്ണനെ നിരന്തരം വിളിച്ചിങ്ങനെ ശല്യപ്പെടുത്തുന്നേ? ഭഗവാൻ വിചാരിച്ചാ പോലും ഇനി നിന്റെ കാര്യത്തിൽ ഒരു രക്ഷയും ഉണ്ടാവാൻ പോകുന്നില്ല. നിന്നെ ആ ആനന്ദ നിലയത്തിൽ നിന്ന് അടിച്ച് പുറത്താക്കിയില്ലേ? ഇപ്പൊ അവിടുത്തെ മാർബിൾ തറയിൽ വരെ അവർ എരുമ ചണകം തളിച്ചു കാണും. കെട്ടിലമ്മ ചമഞ്ഞ് നടന്ന നിന്റെ തലമണ്ടയ്ക്ക് കിട്ടിയ ഒരു ഉഗ്രൻ അടിയാ അത്. അതിലേ എനിക്ക് ഭയങ്കര സന്തോഷായി. നിനക്ക് അങ്ങനെ തന്നെ വേണം. അവിടെ നിക്ക്. മറ്റൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞേക്കാം. കെട്ടിയോൻ ഓടിച്ചു വിട്ട നീ ഇവിടെ ഇങ്ങനെ നിക്കുന്നതേ ബാക്കിയുള്ളവർക്കും കൂടി നാണക്കേടാ, പറഞ്ഞേക്കാം. ജയന്തി, ശ്യാമ ഇവിടെ നിൽക്കുന്നതിന് നിനക്ക് എന്താടി പ്രശ്നം? ഇത് ഇവളുടെയും കൂടി വീടാ. എനിക്ക് നിനക്കുമുള്ള തുല്യ അവകാശം ഇവൾക്കുണ്ട്. കെട്ടിയാൻ ഉപേക്ഷിച്ച് വീട്ടിൽ വന്ന് നിൽക്കുന്ന പെണ്ണുങ്ങളെ മഹാ ഐശ്വര്യക്കേടെന്നേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. കെട്ടിയമാർ ഉപേക്ഷിക്കുന്ന പെണ്ണുങ്ങളെല്ലാം എന്താ കെട്ടിത്തൂങ്ങി ചാവണോ? നീ മനപ്പായസം കുടിക്കുകയാണെന്ന് എനിക്കറിയാം. ശ്യാമയെ അഖിൽ ഉപേക്ഷിക്കാൻ അതൊന്നും നടക്കില്ലടി. അവര് തമ്മിലിപ്പോ അല്പം മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. അതൊക്കെ പതുക്കെ അങ്ങ് മാറിക്കോളും. അതൊന്നും മാറില്ല. ഇവളെ ഇവിടെ തന്നെ നിൽക്കും. എനിക്കൊരു പാരയായിട്ട്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇനി എന്റെ പെങ്ങളെ കുറിച്ച് എന്തെങ്കിലും കുത്തുവാക്ക് നീ പറഞ്ഞ എന്റെ സ്വഭാവം മാറും. നിന്നെ ഞാൻ ഇടിച്ച് ഇണ്ടംപരത്തിലേക്ക് കണ്ടം വഴി ഓടിക്കും. പറഞ്ഞേക്കാം. കേറി പോടി അത്. അതെ, ഞാൻ ഒരു കാര്യം കയറി പോകാൻ പറഞ്ഞത്. മോളെ, നീ വിഷമിക്കട്ടെ മോളെ. ഒരു നന്മയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്തതാ. അതെല്ലാം നമുക്ക് തന്നെ തിരിച്ചടിയായി. മോളെ സമാധാനായിട്ടിരിക്കെ. എല്ലാം കലങ്ങി തെളിയും. ഈ സങ്കടങ്ങളെല്ലാം മാറും. കരയണ്ട. കൃഷ്ണ, എനിക്ക് മതിയമ്മേ. കുറച്ചുകൂടെ കഴിക്കും മോനെ. ക്ഷീണൊക്കെ ഒന്ന് മാറട്ടെ. മതിയമ്മേ, വേണ്ടഞ്ഞിട്ടാ. എങ്കിൽ മതി. സൂക്ഷിച്ചു. കിടക്കല്ലേ, മരുന്ന് കഴിക്കാനുണ്ട്.
എനിക്ക് ക്ഷീണം കുറഞ്ഞമ്മേ. അമ്മ ഇനി പേടിക്കൊന്നും വേണ്ട. എങ്കിൽ മോൻ കുറച്ചു നേരം ചാരിയിരിക്കെ. ഇനി അമ്മ പോയി എന്തേലും കഴിക്കേ. വേണ്ട, അമ്മയ്ക്ക് വിശപ്പില്ല. വിശക്കുമ്പോ ഞാൻ പോയി കഴിച്ചോളാം. അമ്മയ്ക്ക് അമ്മയുടെ പൊന്നു മോന്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുന്നതാ ഇഷ്ടം. മോൻ വേണമെങ്കിൽ മയങ്ങിക്കോ, അമ്മ കൂടെ ഇരുന്നോളാം. പണ്ടും അമ്മ ഇങ്ങനെയായിരുന്നില്ലേ? മോന്റെ അടുത്തിരിക്കുന്നത് അമ്മയ്ക്ക് വളരെ സന്തോഷാ. അമ്മേ. എന്താ മോനെ, തലയ്ക്ക് വേദന മറ്റുണ്ടോ? അതൊന്നും അല്ലമ്മേ, അതൊക്കെ മാറി. പിന്നെന്താ, മോൻ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? അമ്മേ, ആ, എനിക്ക് ശ്യാമി ഒന്ന് കാണണം. എന്തിന്? എനിക്ക് അവളോടൊന്ന് സംസാരിക്കണം. അതൊന്നും വേണ്ട, ആ കഥ അവസാനിച്ചു. ആ കാര്യം എന്റെ മോൻ ചിന്തിക്കും കൂടി വേണ്ട. അമ്മേ, അതല്ലമ്മേ. ഒന്നും പറയണ്ട, ഒന്നും എനിക്ക് കേൾക്കാൻ വേണ്ട. അവള് വഞ്ചകിയാ, വഞ്ചകി. സ്നേഹിക്കുന്ന ഭാവത്തിൽ കൂടെ നിന്നിട്ട് എന്റെ മോനെ കൊല്ലാൻ നോക്കിയ രാക്ഷസിയാ അവള്. ഇനി അവളുടെ കാര്യമൊന്നും എന്റെ പൊന്നുമോൻ ഈ ജന്മത്തിൽ ചിന്തിക്ക കൂടി വേണ്ട. അവള് മോനെ കൊല്ലാതിരുന്നത് ഈ അമ്മയുടെ പുണ്യം കൊണ്ടാ. അല്ലമ്മേ, ഇത്രയും നാളും എന്റെ കൂടെ ജീവിച്ചതല്ലേ. എന്താണ് സംഭവിച്ചതെന്നൊന്നും അറിയണമല്ലോ. വേണ്ട, ഒന്നും പറയണമെന്നില്ല. ആ ചാപ്റ്റർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ആ വക ഓർമ്മകളൊന്നും വേണ്ട, അതേക്കുറിച്ച് ആലോചനയും വേണ്ട. മോൻ സമാധാനത്തോടെ കിടക്ക്, ഒന്നും ആലോചിച്ച് വിഷമിക്കണ്ട. എത്ര നന്ദി കെട്ടവളാവള്. അല്ലെങ്കിൽ സ്നേഹിക്കുന്നതായിട്ട് അഭിനയിച്ചിട്ട് നിന്നെ ചതിക്കുമായിരുന്നോ? ഒരു പാവപ്പെട്ടവളാണല്ലോ എന്ന് കരുതി അനുകമ്പ തോന്നി. പലതും ക്ഷമിച്ചു, പലതും കണ്ടില്ലെന്നടിച്ചു. ഒടുവിൽ എന്റെ മോനെ അവള് കൊല്ലാൻ നോക്കി. അമ്മേ, ശ്യാമ എന്നെ അങ്ങനെ കൊല്ലാൻ നോക്കുമെന്ന് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. വിശ്വസിക്കണം. സത്യത്തിൽ അതല്ലേ നടന്നത്, അതല്ലേ ഉണ്ടായത്. എന്റെ മോനൊരു ശുദ്ധഗതിക്കാരനാ, നിഷ്കളങ്കനാ. അതല്ലേ അവളെ ഇപ്പോഴും അവിശ്വസിക്കാൻ പറ്റാത്തത്. അമ്മേ, എന്റെ മനസ്സ് പറയുന്നു. അഗേ, ഇപ്പൊ നിന്റെ ആരോഗ്യ പ്രധാനം. ആ നെറുകെട്ടവളെ കുറിച്ച് ഓർക്കുമല്ല വേണ്ടത്. അവള് കുടുംബം അടച്ച എന്റെ മോനെയും ഈ കുടുംബത്തെ ഇല്ലാണ്ടാക്കാൻ നോക്കിയ. അച്ഛൻ ആൾമാറാട്ടം നടത്തി ഇതിനകത്ത് സെക്യൂരിറ്റി ആയിട്ട് നടക്കുന്നു. ആങ്ങളെ കൊണ്ട് സ്വന്തം ഭർത്താവിനെ അവളെ അടിച്ചു വീഴ്ത്തുന്നു. പെറ്റമ്മയ്ക്ക് സഹിക്കാൻ പറ്റുമോ മോൻ ഇതൊക്കെ? ഞാൻ നൊന്ത് പ്രസവിച്ചതല്ലടാ നിന്നെ. എന്റെ മോന് ഈ അമ്മയുടെ ലോകം. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഈ അമ്മ ഭൂമി ജീവിച്ചിരിക്കില്ലായിരുന്നു. എന്റെ അകയ്ക്ക് വേണ്ടി, എന്റെ പൊന്നു മോന് വേണ്ടിയിട്ടാ ഈ അമ്മ ജീവിച്ചിരിക്കുന്നത്. ഞാൻ അങ്ങനെ പറഞ്ഞേ ഉള്ളൂ. അമ്മ വിഷമിക്കാതെ. അമ്മയെ വിട്ട് ഞാൻ എങ്ങും പോവില്ല. അമ്മ പറയുന്നതേ ഞാൻ ഇനി കേൾക്കൂ. എങ്കിൽ നീ ഒന്നും ഓർക്കണ്ട. മോനൊന്ന് മയങ്ങാൻ നോക്ക്. കിടന്നു സൂക്ഷിച്ചു.
എന്നെ വിളിക്കാൻ പോലും സാറിന് തോന്നുന്നില്ലല്ലോ ദൈവമേ. ശ്യാമ എന്നോട് അങ്ങനെ ചെയ്യൂ? വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒന്നിനും ഒരു വ്യക്തത വരുന്നില്ല. നേരത്തെ വിളിച്ചപ്പോ ഒരനക്കവും ഇല്ലായിരുന്നോ? എന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കും. ഒന്നുകൂടെ വിളിച്ചു നോക്കാം. ബെസ്റ്റ്. നീ ഇതാരെയാ വിളിക്കുന്നേ? ഈ അവസ്ഥയില് ഫോണൊന്നും ഉപയോഗിക്കാൻ പാടില്ല. മോളെ, ഇത് സൈലന്റ് ആക്കി വെച്ചേ. ഇനി ഓഫീസിലുള്ള കോളുകൾ പോലും എടുക്കണ്ട. നീ ആഹാരം കഴിക്കും മോനെ. ഇപ്പൊ വേണ്ടമ്മേ, വിശപ്പില്ല. അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഇത് കഴിക്കണം. കൃത്യസമയത്ത് തന്നെ ആഹാരം കഴിക്കണം. കഴിച്ചിട്ട് കിടന്നു. കഴിക്കേ. സാറിന്റെ കോള് പോലും എടുക്കുന്നില്ലല്ലോ. ഇത്രയേറെ എന്നെ അങ്ങ് മറന്നു. നന്നായിട്ട് ആഹാരം കഴിക്കണം. ഒരുപാട് മരുന്നുകളൊക്കെ കഴിക്കുന്നതല്ലേ. കൊല്ലാൻ നോക്കിയവരെ അത് നടക്കാതെ വന്നപ്പോ ആ ദേഷ്യത്തിലങ്ങ് പോയി. ഓ, അവള് കൊല്ലാതെ വിട്ടതേ അമ്മയുടെയും ഞങ്ങളുടെയും ഒക്കെ ഭാഗ്യം.
അഖിൽ സാർ. എന്താടി അവൻ ചത്തോന്നറിയാൻ വേണ്ടി വിളിക്കാണോ? ഐശ്വര്യടുത്തി ദേ, മിണ്ടിപ്പോവരുത്. ഐശ്വര്യടുത്തി, എനിക്ക് അഖിൽ സാറിനോടൊന്ന് സംസാരിക്കണം. പറ്റില്ല. അവനാണ് നിന്റെ കോള് കണ്ടപ്പോ ഈ ഫോൺ എന്റെ കയ്യിൽ തന്നത്. അതെ, അവനിപ്പോ നിന്നിൽ ഒരു വിശ്വാസവും ഇല്ലെന്നും മേലിൽ അവന്റെ ഫോണിലേക്ക് വിളിച്ചു പോവരുതെന്നും എന്നോട് പറയാൻ പറഞ്ഞു. വെക്കടി ഫോൺ. അവളുടെ ഒരു ലോഹ്യം. ഇവളുടെ നമ്പർ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കാം.